നമസ്തേ, രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ സമീപത്താണുള്ളത്. കണ്ണൂർ ജില്ലയിൽ തന്നെ വേറൊരു കടലായി ക്ഷേത്രമുണ്ട്. അത് ആദി കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രമാണ് ആദി കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം. ചിറക്കൽ കോവിലകവുമായി ബന്ധമുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ പൂജിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. ശ്രീകൃഷ്ണ പത്നിയായ സത്യഭാമാദേവി പൂജിച്ചിരുന്ന വിഗ്രഹമാണ് എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. നമുക്ക് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ കുറിച്ച് ഇവിടെ കുടികൊള്ളുന്ന ആ ഭഗവാന്റെ കാരുണ്യത്തോടു കൂടി പറഞ്ഞു തുടങ്ങാം. കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ നഗരത്തിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെയായി ചിറക്കൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം വടക്കൻ മലബാറിൻ്റെ ഗുരുവായൂർ, കൊച്ചു ഗുരുവായൂർ എന്നൊക്കെ അറിയപ്പെടുന്നു. ചിറക്കൽ രാജവംശവുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടെ അഞ്ജനാശിലാവിഗ്രഹത്തിൽ നവനീത കൃഷ്ണനായി ബാലഭാവത്തിൽ പൊന്നുണ്ണിക്കണ്ണൻ കുടികൊള്ളുന്നു. പട്ടുകോണകം ധരിച്ച് മയിൽപ്പീലി ചാർത്തി പൊന്നരഞ്ഞാണവും കിങ്ങിണിയും മറ്റ് ആഭരണങ്ങളുമെല്ലാം അണിഞ്ഞ് ഒരു തൃക്കൈയിൽ നറുവെണ്ണയുമായി സച്ചിദാനന്ദ സ്വരൂപൻ കടലായി ശ്രീകൃഷ്ണനായി പരിലസിക്കുന്നു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ ട്രസ്റ്റി ചിറക്കൽ വലിയ തമ്പുരാനാണ്. ഉപദേവതകൾ ഇല്ലാത്ത ക്ഷേത്രം എന്നൊരു പ്രത്യേകത കൂടി ഈ പുരാതന ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്ര നിർമ്മിതിക്ക് ഏകദേശം 300 വർഷത്തെ പൗരാണികത ഉണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. എന്നാൽ ഭഗവത് വിഗ്രഹത്തിന് അതിലും എത്രയോ അധികം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കോലത്തിരി രാജവംശത്തിന് ഏഴിമല, മാടായി, വളപ്പട്ടണം, കടലായി എന്നിങ്ങനെ 4 കോട്ടകൾ ഉണ്ടായിരുന്നു. വല്ലഭൻ അഥവാ വളഭൻ എന്ന കോലത്തിരി രാജാവ് നിർമ്മിച്ച വളഭപ്പട്ടണം അഥവാ വല്ലഭപ്പട്ടണമാണ് വളപ്പട്ടണമായത് എന്ന് വിശ്വാസങ്ങളുണ്ട്. ഈ രാജാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് തീരദേശത്ത് നിർമ്മിച്ച കടലായി കോട്ടയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും അതിനായി ലക്ഷണമൊത്ത ഒരു വിഗ്രഹം ലഭിക്കണമെന്നും ആഗ്രഹം തോന്നുകയും അദ്ദേഹം അതിനായി ആ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരിക്കൽ തമ്പുരാൻ കടൽ തീരത്ത് സന്ധ്യാവന്ദനം നടത്തുന്ന സമയത്ത് തിരമാലകളിൽ കൂടെ ഒരു മരത്തൂൺ ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടു. തമ്പുരാന് സമീപത്ത് തന്നെ കര പ്രാപിച്ച ആ മരത്തൂണിൽ ഒരു അതിമനോഹരമായ ശ്രീകൃഷ്ണ വിഗ്രഹം കെട്ടി ഇങ്ങനെ ഇട്ടിരുന്നു. കാഴ്ചയിൽ തന്നെ അതീവ ദിവ്യത്വം തോന്നിപ്പിച്ച ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ വലത് തൃക്കൈയുടെ മുട്ടിന് താഴെ മുറിഞ്ഞ അവസ്ഥയായിരുന്നു. തമ്പുരാന് അപ്രതീക്ഷിതമായി ലഭിച്ച ആ വിഗ്രഹം തന്നെ കടലായി കോട്ടയിൽ പ്രതിഷ്ഠിക്കുവാനും അദ്ദേഹം തീരുമാനിച്ചു. ഈ വിഗ്രഹം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പത്നിയായ സത്രാജിത്തിൻ്റെ പുത്രിയായ സത്യഭാമാദേവി പൂജിച്ച വിഗ്രഹമാണ് എന്നാണ് വിശ്വാസം. സത്യഭാമാദേവിയുടെ കൈകളിലേക്ക് എത്തുന്നതിന് മുമ്പേ ഉദ്ധവരും രുക്മിണീദേവിയും ഈ ദിവ്യ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നു എന്നും കഥകളുണ്ട്. എന്തായാലും കടലായി കോട്ടയിൽ തമ്പുരാൻ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും അവിടെ തനിക്ക് ലഭിച്ച ആ ദിവ്യമായ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധന തുടങ്ങുകയും ചെയ്തു. ഇതാണ് ആദി കടലായി ക്ഷേത്രം. പിന്നീട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് വിഗ്രഹധ്വംസനത്തെ ഭയന്ന് ക്ഷേത്രത്തിലെ ശാന്തിക്കാരും കഴകക്കാരും എല്ലാവരും കൂടെ ഈ വിഗ്രഹം ക്ഷേത്ര കിണറിലാണത്രേ സൂക്ഷിച്ചത്. പിന്നീട് ടിപ്പുവിൻ്റെ പടയോട്ടവും അതിനുശേഷം കടലാക്രമണവും എല്ലാം കാരണം ഈ കടലായി കോട്ടയും പരിസരങ്ങളുമെല്ലാം തകരുവാൻ കാരണങ്ങളായി ഭവിച്ചു. പിന്നീട് 300 വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു കോലത്തിരി രാജാവായിരുന്ന രവിവർമ്മ തമ്പുരാൻ്റെ കാലത്താണ് ഈ ഭൂമിയിൽ ക്ഷേത്രം നിർമ്മിച്ച് കടലായി ക്ഷേത്രത്തിലെ പുരാതനമായ ശ്രീകൃഷ്ണ വിഗ്രഹത്തെ വീണ്ടെടുത്ത് ഇവിടെ പ്രതിഷ്ഠിച്ചത്. ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് കേരളവർമ്മൻ എന്ന ചിറക്കൽ രാജാവിൻ്റെ കാലത്തായിരുന്നു.
കടലായിക്കോട്ട ഇല്ലാതെയായ ശേഷം കുറേ കാലം ആ പ്രദേശം അങ്ങനെ തന്നെ കിടന്നു എന്നും ഇപ്പോഴും അവിടെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാമെന്നും പറയപ്പെടുന്നു. ആദ്യ കടലായി ക്ഷേത്രവും കടലായി കോട്ടയും നിലനിന്നിരുന്ന സ്ഥാനത്ത് പണ്ടൊക്കെ രാത്രികാലങ്ങളിൽ മുരളീരവവും ഗോക്കളുടെ കുളമ്പൊച്ചയുമൊക്കെ കേൾക്കാറുണ്ടായിരുന്നു എന്നൊക്കെ വാമൊഴികളുണ്ട്. പഴയ സ്ഥാനത്ത് നിന്നും 1/2 കിലോമീറ്റർ കിഴക്കായി ഇപ്പോൾ അവിടെ ഒരു പുതിയ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് എന്ന് ഇവിടുന്ന് പറഞ്ഞു കേട്ടു. ഇവിടെ ഉത്സവം നടക്കുന്നതിനു മുമ്പ് അവിടെ പൂജകൾ പതിവുണ്ടത്രേ. ഈ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ദ്വാരകയിൽ സത്യഭാമാദേവി താൻ സ്ഥിരമായി പൂജിക്കാറുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിനു മുമ്പിൽ ധ്യാനനിരതയായി ഇരിക്കുന്ന വേളയിൽ ഒരിക്കൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ദേവിയുടെ സമീപത്ത് എത്തിച്ചേർന്നു. ധ്യാനത്തിൽ മുഴുകിയ ഭൂമിദേവിയുടെ അവതാരമായ സത്യഭാമാദേവി തൻ്റെ പ്രാണപ്രിയൻ കൊട്ടാരത്തിൽ എത്തിയ വിവരം അറിഞ്ഞതേയില്ല. അതിനാൽ തന്നെ വേണ്ട ഉപചാരങ്ങൾ നൽകി ഭഗവാനെ സ്വീകരിച്ചതുമില്ല. ഇതിൽ ഭഗവാന് ദേഷ്യം വന്നു എന്നും ദേവി ആരാധിച്ചു കൊണ്ടിരുന്ന വിഗ്രഹം കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിക്കുകയും ചെയ്തുത്രേ. ചവിട്ടിൻ്റെ ശക്തിയിൽ വിഗ്രഹത്തിൻ്റെ വലത് തൃക്കൈ മുട്ടിന് താഴെ അറ്റുപോയി. വിഗ്രഹം നേരെ ചെന്ന് വീണത് കടലിലായിരുന്നു. ആ വിഗ്രഹമാണ് കോലത്തിരി രാജാവിന് കിട്ടിയത് എന്നാണ് വിശ്വാസം. നാലമ്പലത്തിൽ മനോഹരമായ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ഭഗവാനെ വളരെ അകലെ നിന്നുപോലും ദർശിക്കുവാൻ സാധിക്കുന്നു. ഈ ദേശത്തിൻ്റെ പെരുമാളായിട്ടാണ് സകല ഭക്തജനങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ട് കടലായി കണ്ണനായി ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. നമസ്കാര മണ്ഡപത്തിൻ്റെ മുകളിൽ ദശാവതാരം, അനന്തശയനം, പാലാഴിമദനം എന്നിങ്ങനെയുള്ള ദാരുശില്പങ്ങൾ കാണുവാനുണ്ട്. കാട്ടുമാടം ഇല്ലത്തിനാണ് താന്ത്രികാവകാശം. പാൽപായസം, വെണ്ണ നിവേദ്യം, അർച്ചനകൾ എന്നിങ്ങനെ നിരവധി വഴിപാടുകളുള്ള ഈ ക്ഷേത്രത്തിൽ എല്ലാ മാസവും രോഹിണി നാളിൽ രോഹിണി പൂജ നടക്കുന്നു. മകരമാസം 15 മുതൽ 22 വരെയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ആഘോഷിക്കുന്നത്. ചിറക്കൽ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചിറക്കൽ കോവിലകവുമായി ബന്ധമുള്ള ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ കോലത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്ന പുനത്തിൽ ശങ്കരൻ നമ്പിടി അഥവാ ചെറുശ്ശേരി എന്ന ഭക്തോത്തമനായ പണ്ഡിതനായ മഹാത്മാവിനെ കൂടി ഓർക്കേണ്ടതുണ്ട്. മലയാള ഭാഷയുടെ സൗന്ദര്യവും ശ്രീകൃഷ്ണ ലീലകളുടെ മാധുര്യവും നിറഞ്ഞൊഴുകിയ കൃഷ്ണഗാഥ എന്ന മഹത്തായ കൃതി നമ്മുടെ ദേശത്തിന് സമ്മാനിച്ച അദ്ദേഹം പ്രാചീന കവിത്രയത്തിൽ ഒരാളും ഗാഥാപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഇല്ലം കുറുമ്പ്രനാട് അഥവാ വടകരയിലായിരുന്നു എന്നൊക്കെ ഊഹങ്ങളുണ്ട്. ചിറക്കലിൽ തന്നെയുള്ള കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചാണ് കൃഷ്ണഗാഥ അദ്ദേഹം എഴുതിയത് എന്നും പറയപ്പെടുന്നു. ഉദയവർമ്മൻ രാജാവും ചെറുശ്ശേരിയും ചിറക്കൽ കോവിലകത്തിരുന്ന് ചതുരംഗം കളിക്കുന്ന വേളയിൽ രാജാവ് തോൽക്കാൻ പോകുന്നു എന്നറിഞ്ഞ് അകത്ത് കുഞ്ഞിനെ തൊട്ടിലാട്ടുകയായിരുന്ന ബുദ്ധിമതിയായ രാജ്ഞി ചൊല്ലിയ ഉന്തുന്തുന്തുന്തുന്തുൻ ആളേയുന്ത് എന്ന ഈണവും ഈ കഥയും അറിയാത്തവരായി മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ഒരു മലയാളിയും ഉണ്ടാവില്ല എന്നതാണ് സത്യം. ലാളിത്യവും ഭക്തിയും ഭാഷാസൗന്ദര്യവും നിറഞ്ഞു തുളുമ്പുന്ന ശ്രീകൃഷ്ണമയമായ കൃഷ്ണഗാഥ എന്ന മഹത്തായ കൃതി നമ്മുടെ ദേശത്തിന് സമ്മാനിച്ച ഭക്തോത്തമനായ ചെറുശ്ശേരി എന്ന മഹാത്മാവിന് നമുക്കും ഈ കടലായി കണ്ണൻ്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കാം. ഇവിടെ അടുത്തു തന്നെ ശിവേശ്വരം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. നിറച്ചും ശ്രീകൃഷ്ണ ചിത്രങ്ങളാൽ നിറഞ്ഞ ഈ ക്ഷേത്രം അതിമനോഹരമായ ഒരു കൃഷ്ണാനുഭവം തന്നെയാണ് സമ്മാനിച്ചത്.
എത്ര കണ്ടാലും മതിവരാത്ത ഭുവനമനോഹരമായ തൻ്റെ ബാലഭാവം പ്രകടമാക്കിക്കൊണ്ട് സച്ചിദാനന്ദ സ്വരൂപനായ നീലക്കാർ വർണ്ണൻ കടലായി ശ്രീകൃഷ്ണനായി കുടികൊള്ളുന്ന ഈ പുരാതന ക്ഷേത്രത്തിനും ഈ പുണ്യഭൂമിക്കും സാഷ്ടാംഗ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉച്ചരിച്ച എല്ലാ വാക്കുകളും പ്രാണനേക്കാൾ പ്രിയപ്പെട്ട ആ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. കേരളക്കരയിൽ ഉത്തരഗ്രഭുവി കോലഭൂപനുടെ തോഴനായി കൃഷ്ണഗാഥ വിരചിച്ച വിപ്രകവി താമസിച്ചോരു ചിറയ്ക്കലിൻ ബാലബോധിലകമായി വിളങ്ങുമിഹ ദേശമായ കടലായിൽ മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹിമം ഭുവനരക്ഷക. ഏവർക്കും സർവമംഗളങ്ങളും ആശംസിക്കുന്നു. ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് കാണും വരെയും തൽക്കാലത്തേക്ക് വിട. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ശരണം.